വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മുടെ സീരീസിലെ 58th ക്ലാസ് ആണിന്ന് അല്ലേ. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം ഇപ്പോൾ പറയണം. വേറെ ഒന്നുമല്ല, ഇന്ന് ഈ വീഡിയോ കാണുന്നവർ, ഇവൻ നമ്മുടെ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നവരായിക്കോട്ടെ, സ്റ്റാർട്ടിങ് മുതൽ കണ്ടിന്യൂ ചെയ്യുന്നവരായിക്കോട്ടെ, പുതിയതായിട്ട് കാണുന്നവരായിക്കോട്ടെ, അവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളി ഇരുന്ന് കാണണം, സ്കിപ്പ് ചെയ്തെന്നൊന്നും ഒന്നുമല്ല. ഇന്ന് ഞാൻ ഒരുപാട് സെൻറ്റൻസുകൾ പറയും. ആ സെൻറ്റൻസുകൾ അതിൻ്റെ ഹിന്ദിയിലും മലയാളത്തിലും പറയും കേട്ടോ. ആ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ സീരീസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ എന്താ പറയുക, അവർക്കൊരു വിലയിരുത്തലാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. കാരണം നമ്മൾ ഒട്ടും ഗ്രാമർ പഠിപ്പിച്ചിട്ടില്ല. ഗ്രാമർ പഠിപ്പിക്കാതെ എന്തൊക്കെ ടെൻസുകളുണ്ടോ ആ ടെൻസുകൾ മുഴുവൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലും മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പുതിയതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും വിലയിരുത്താം, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയോ ഹിന്ദി എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ട് ഒരുപാട് സെൻറ്റൻസുകൾ ഞാൻ പറയുവാണ്, നിങ്ങൾ മനസ്സിലാവുന്നതൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, റഹീം കാം കർത്താ ഹെ. ഫസ്റ്റ് സെൻറ്റൻസ്, റഹീം കാം കർത്താ ഹെ എന്ന് പറഞ്ഞാൽ എന്താ? ഈസി അല്ലേ? റഹീം ജോലി ചെയ്യുന്നു, അതാണ് കാം എന്ന് പറഞ്ഞാൽ ജോലി. ഇനി മേം ദുക്കാൻ ചാത്താ ഹും, മേം ദുക്കാൻ ചാത്താ ഹും എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായേ? ഞാൻ, ദുക്കാൻ എന്ന് പറഞ്ഞാൽ കട, മേം ദുക്കാൻ ചാത്താ ഹും എന്ന് പറഞ്ഞാൽ ഞാൻ കടയിലേക്ക് പോകുന്നു, അതാണ്. മനസ്സിലായോ? ശരി. ഇനി വോ ജാ ചുക്കാ ഹെ, വഹ് ജാ ചുക്കാ ഹെ എന്താണ്? അവൻ അല്ലെങ്കിൽ അവൾ അല്ലെ? അവൻ പോയി. ജാ ചുക്കാ ഹെ എന്ന് പറഞ്ഞാൽ പോയിന്ന് പക്ക പറയാണ് കേട്ടോ. ഇനി ഈ ചുക്ക എന്നുള്ള വാക്ക് നമ്മൾ ചില സെന്റൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, അത് പാസ്റ്റിൽ പറയുന്നതാ കേട്ടോ. ഓക്കെ, ഇനി നീ എപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറയാം, നീ എപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. നീ എപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. നീ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടോ. തുമ്നെ ഹമേശ എപ്പോഴും മേരി മദത് കി. മദത് കി എന്ന് പറഞ്ഞാൽ കി എന്ന് പറയുന്നത് പാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെന്റൻസ് നോക്കൂ, തുമ്നെ ഹമേശ മേരി മദത് കി ഹേ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലായേ? തുമ്നെ ഹമേശ മേരി മദത് കി ഹേ, നീ എപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അർത്ഥം? നമ്മൾ ഹിന്ദി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ശരി. ഇനി വോ ആ രഹാ ഹെ, വോ ആ രഹ അല്ലെങ്കിൽ വോ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ അല്ലെ, അതല്ലെങ്കിൽ വേ ആ രഹേ ഹെ, വേ ആ രഹേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ. ഇവിടെ നമ്മൾ സിംഗുലർ ആയതുകൊണ്ട് രഹ എന്ന് പറയും, വേ എന്ന് പറയുമ്പോൾ അവറാണ്, പ്ലൂരലാണ്, അപ്പൊ രഹേ എന്ന് പറയും. ആ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ഓക്കെ, ഗ്രാമറൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. വേ ആ രഹേ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായേ? അവർ വരുന്നു, ആ രഹേ അല്ലേ. ശരി. ഇനിയിപ്പോ നമ്മള് ഹംലോഗ് ഹിന്ദി സീഖ് രഹേ ഹെ. ഹംലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെ, ഹംലോഗ് ഹിന്ദി സീഖ് രഹേ ഹെ എന്താ മനസ്സിലായേ? നമ്മൾ ഹിന്ദി പഠിക്കുകയാണ് അല്ലെ, ഹിന്ദി പഠിക്കുന്നു. അപ്പോൾ ഹംലോഗ് ഹിന്ദി സീഖ് രഹേ ഹെ. ഓക്കെ, ഇനി वो 2 घंटे से सो रहा है. वो 2 घंटे से सो रहा है എന്താണ്? വോ അവൻ, 2 घंटे से എന്ന് പറഞ്ഞാൽ മുതലാണ് അല്ലെ. 2 മണിക്കൂർ, ആ മുതൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് 2 മണിക്കൂറായി എന്നാണ് ഈ സിറ്റുവേഷൻ അല്ലെ. 2 മണിക്കൂറായി, സോ രഹാ ഹെ ഉറങ്ങുകയാണ്. മനസ്സിലായോ? അവൻ 2 മണിക്കൂറായി ഉറങ്ങുകയാണ്. ഓക്കെ, ഇനി हम लोग 3 महीने से हिंदी सीख रहे हैं. हम लोग 3 महीने से हिंदी सीख रहे हैं എന്താണ്? हम लोग നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള അർത്ഥം വരും കേട്ടോ. നമ്മൾ 3 महीने से, മഹീന എന്ന് പറഞ്ഞാൽ മാസം, 3 മാസമായിട്ട് ഹിന്ദി സീഖ് രഹേ ഹെ ഹിന്ദി പഠിക്കുകയാണ്. हम लोग 3 महीने से ഹിന്ദി സീഖ് രഹേ ഹെ അല്ലേ. ശരി. അപ്പൊ ഇത്രയും സെന്റൻസുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? എളുപ്പമായിട്ടാണോ? കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോ പറഞ്ഞത് മുഴുവനും സിമ്പിൾ ഈ ടെൻസിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ആയിട്ടും, പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ടും, പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ
വരുന്ന സെന്റൻസുകളാണിത്. പക്ഷെ ഞാൻ നിങ്ങളെ ടെൻസ് പഠിപ്പിച്ചിട്ടില്ല അല്ലേ? പക്ഷെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, ഇനി ഇതുപോലെ തന്നെ പാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് സെന്റൻസുകളുണ്ട്. അപ്പൊ കുറച്ചേ ഉള്ളൂ. അപ്പൊ എല്ലാത്തിനും സോർട്ട് ചെയ്ത് കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം അല്ലേ? ഓക്കെ. मैं इस घर में रहता था. मैं इस घर में रहता था. അല്ലെങ്കിൽ रहती थी. എന്താണ് മനസ്സിലായേ? ഞാൻ തായാണ് അല്ലേ? അപ്പൊ അത് പാസ്റ്റ് ആണ്. ഞാൻ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. മനസ്സിലായോ? തായാണ് അത് അല്ലേ? ഞാൻ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. നമുക്കെല്ലാം അറിയുന്ന സെന്റൻസുകൾ തന്നെയാണ്. ഇനിയിപ്പോ മേ അപ്നാ കാം കർ ചുക്കാ താ. ഇപ്പൊ ഒരു സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നീ വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് പറയുകയാണ് നമ്മൾ. ആ പാനെ സെ പെലെ മേനെ അപ്ന കാം കർ ചുക്കാ താ, കർ ചുക്കി തി. മനസ്സിലായോ? ശരി. ഇനി മേം ഓഫീസ് ജാ രഹാ താ. മേം ഓഫീസ് അല്ലെങ്കിൽ സ്കൂൾ എന്തായാലും മേം സ്കൂൾ ജാ രഹാ താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോവുകയായിരുന്നു. ഇനി वो सुबह से किताब पढ़ रहा था. वो सुबह से किताब पढ़ रहा था. എന്താണ്? वो അവൻ or അവൾ സുബഹ സേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ, കിതാബ് ബുക്ക്, പഠ് രഹാ താ വായിക്കുകയായിരുന്നു അല്ലേ? वो सुबह से किताब पढ़ रहा था. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം പാസ്റ്റിലുള്ള സെന്റൻസിലാണ്, ടെൻസിലുള്ള സെന്റൻസിലാണ്. ടെൻസ് ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. മനസ്സിലായോ? ഇനിയിപ്പോ നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. രാജു നാളെ വരും. രാജു നാളെ വരും. ഒന്ന് പറഞ്ഞേ. രാജു കല്ലായേക അല്ലെ? രാജു കല്ലായേക. ഓക്കെ. ഇനി അവൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടാകും. അതെങ്ങനെയാ പറയാ? നമുക്കൊരു എന്താ പറയാ, പ്രതീക്ഷയാണ്. അവൻ എത്തിയിട്ടുണ്ടാകും, ഇപ്പൊ എത്തിയിട്ടുണ്ടാവും എന്ന് നമ്മൾ പറയില്ലേ? എങ്ങനെയാണ്? वो स्कूल पहुंच चुका होगा. वो स्कूल पहुंच चुका होगा. वो अभी 9 o'clock हो गया. वो स्कूल पहुंच चुका होगा. അവൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും, ഈ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എങ്ങനെയാ സെന്റൻസ് വരുന്നത്? അവൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടാകും. वो स्कूल पहुंच चुका होगा. പहुंचന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേരുക. पहुंच चुका എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. മനസ്സിലായോ? पहुंच चुका होगा എന്ന് പറഞ്ഞപ്പോ എത്തിയിട്ടുണ്ടാവും. ആ ഒരു അർത്ഥത്തിലാണ് ആ സെന്റൻസ് വരുന്നത് കേട്ടോ. ശരി. അതുപോലെ തന്നെ അവൾ ഉറങ്ങിയിട്ടുണ്ടാവും. അവൾ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്യാൻ എടുക്കുമ്പോ വേണ്ട, ഇപ്പൊ വിളിക്കേണ്ട, അവൾ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? വോ സോ ചുക്കി ഹോഗി. ലടുക്കി ആയതുകൊണ്ട് കേട്ടോ. അവനാണെങ്കിൽ വോ സോ ചുക്ക ഹോക. മനസ്സിലായോ? അപ്പൊ ഈ ഹോക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സെന്റൻസ് കണ്ടിന്യൂ ആയിട്ട് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അതല്ല പുതുതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഈ സെന്റൻസിനെ ഇതുപോലെ തന്നെ മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് എന്താ പറയാ, അമ്മമാര് മാർക്കറ്റിലോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ പിള്ളേര് അവര് കളിക്കുമായിരിക്കും എന്ന് പറയില്ലേ? അതെങ്ങനെയാ പറയാ? അവരിപ്പോ കളിക്കുമായിരിക്കും. വേ അവർ എന്ന് പറയുമ്പോ വേ. അവനാണെങ്കിൽ വോ. വേ ഖേൽ രഹേ ഹോങ്കെ. വേ ഖേൽ രഹേ ഹോങ്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കളിക്കുകയായിരിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയത് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഈ മൂന്നിലും വരുന്ന കുറെ സെന്റൻസുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റിൽ തന്നെ നമുക്ക് ടെൻസുകൾ പഠിക്കുന്നവർക്ക് അറിയാം അല്ലെ, എത്ര രീതിയിലുള്ള ടെൻസുകൾ ഉണ്ടെന്ന്. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾ നോക്കി നോക്കുമോ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുണ്ടാവും. നിങ്ങളിപ്പോ ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത സെന്റൻസുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലാത്തതും ഉണ്ടാവും അല്ലെ. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ, കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അവർക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ആണോ? കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി ഇതിന്റെ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ട് അല്ലെ. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഹി ചേർത്തിട്ടുള്ള സെന്റൻസുകൾ. അതും കൂടി നിങ്ങൾ നോക്കും, മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ഓക്കെ, ശരി. ആദ്യം തന്നെ പ്രസന്റിലുള്ളത് തന്നെ നോക്കാം അല്ലെ. मैं झूठ नहीं बोलता हूँ, नहीं बोलती हूँ. मैं झूठ नहीं बोलता हूँ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കള്ളം പറയാറില്ല അല്ലേ. ഇനി मैं मार्केट नहीं जाता हूँ, मैं मार्केट नहीं जाता हूँ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ നെഗറ്റീവ് സെന്റൻസുകളാട്ടോ. എല്ലാത്തിനും നെഗി ഉണ്ടാവും. ഞാൻ മാർക്കറ്റിൽ പോകാറില്ല
അല്ലേ? ശരി. ഇനി ഉസ്നെ മുझे नहीं देखा है. ഉസ്നെ മുझे नहीं देखा എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവൻ എന്നെ കണ്ടില്ല അല്ലെ? അവൻ എന്നെ കണ്ടില്ല. ഇനി വോ നഹി ജാ രഹാ ഹൈ. വോ നഹി ജാ രഹാ ഹൈ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പോകുന്നില്ല, അവൻ പോകുന്നില്ല. ഓക്കെ, ശരി. ഇനി വീണ സുബഹ് നഹി പഠ് രഹി ഹൈ. വീണ സുബഹ് നഹി പഠ് രഹി ഹൈ എന്ന് പറഞ്ഞാൽ എന്താ? വീണ രാവിലെ മുതൽ ഒന്നും പഠിക്കുന്നില്ല അല്ലെ? വീണ സുബഹ് രാവിലെ മുതൽ നഹി പഠ് രഹി ഹൈ പഠിക്കുന്നില്ല, അതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് പ്രസന്റിന്റെ ടെൻസുകളുടെ കുറെ നെഗറ്റീവ് സെന്റൻസുകളാണ്. മനസ്സിലായോ? ഇനി നമുക്ക് പാസ്റ്റിന്റെ കുറച്ച് നോക്കാം. ഓക്കെ, ശരി. ഞാൻ ഇന്നലെ എൻ്റെ വസ്ത്രങ്ങൾ കഴുകിയില്ല. ഞാൻ ഇന്നലെ എൻ്റെ വസ്ത്രങ്ങൾ കഴുകിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയാണ് അല്ലെ? കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ എങ്ങനെയാ പറയണേ? മേനെ ഞാൻ ഇന്നലെ, കൽ അപ്പനെ, എൻ്റെ എന്ന് പറയുമ്പോൾ അപ്പനെ എന്ന് പറയാം കേട്ടോ. അപ്പനെ കപ്പടെ നഹി ദോയെ. ദോന അല്ലെ? ദോന എന്ന് പറഞ്ഞാൽ കപ്പടെ ദോന എന്ന് പറഞ്ഞാൽ വസ്ത്രം കഴുകുക. നഹി ദോയെ കഴുകിയില്ല. മേനെ കൽ അപ്പനെ കപ്പടെ നഹി ദോയെ. ഞാൻ ഇന്നലെ എൻ്റെ വസ്ത്രങ്ങൾ കഴുകിയില്ല. മനസ്സിലായോ? ഓക്കെ. ഇനി ഉസ്നെ കുച്ച് ഗലത് നഹി കിയാ താ. ഉസ്നെ കുച്ച് ഗലത് നഹി കിയാ താ. എന്താ മനസ്സിലായി? എന്താണ് അതിന്റെ മലയാളം? ഉസ്നെ അവൻ, കുച്ച് കുച്ച് ഗലത്, ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ്. അവൻ ഒരു തെറ്റും നഹി കിയാത്ത ചെയ്തിട്ടില്ലായിരുന്നു അല്ലെ? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ലായിരുന്നു. ഉസ്നെ കുച്ച് ഗലത് നഹി കിയാത്ത, അവനൊരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു അല്ലെ? ഓക്കെ. ഇനിയിപ്പോ നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക, നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക എന്ന് ചോദിക്കും. അപ്പൊ അവരെന്താ തിരിച്ചു പറയണേ? ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു, ഞാനൊന്നും ഇവിടെ ചെയ്യുന്നില്ലായിരുന്നു. എങ്ങനെയാ? മേം കുച്ച് നഹി കർ രഹാ താ. മേം കുച്ച് നഹി കർ രഹാ താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യുന്നില്ലായിരുന്നു, അതാണ് അതിനർത്ഥം കേട്ടോ. ഓക്കെ. ഇനി അതുപോലെ അവൻ രാവിലെ മുതൽ ജോലി ചെയ്തിരുന്നില്ല. അവൻ രാവിലെ മുതൽ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറയില്ലേ നമ്മള്? അവൻ രാവിലെ മുതൽ, അവൻ എന്നുവെച്ചാ വോ രാവിലെ മുതൽ, സുബഹ് സേ ജോലിയൊന്നും ചെയ്തിരുന്നില്ല എന്ന് വെച്ചാ കുച്ച് കാം നഹി കർ രഹാ താ. കുച്ച് കാം ഒരു കാര്യവും ചെയ്തിരുന്നില്ല എന്ന് പറയില്ലേ? കുച്ച് നഹി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലെ? അപ്പൊ കുച്ച് കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി. അപ്പൊ വോ സുബഹ് സേ കുച്ച് കാം നഹി കർ രഹാ താ. അവൻ രാവിലെ മുതൽ ഒരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല, അതാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് പാസ്റ്റിന്റെ നെഗറ്റീവ് സെന്റൻസ് ഈ നഹി യൂസ് ചെയ്തിട്ട് പറയുന്ന സെന്റൻസുകൾ കണ്ടു. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ നോക്കാം. വോ കൽ ആയേഗ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ നാളെ വരും. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നഹി. വോ കൽ നഹി ആയേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാളെ വരില്ല. അപ്പൊ ഈ നെഗറ്റീവ് സെന്റൻസിൽ വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന സെന്റൻസിൽ ഈ നഹി അല്ലെങ്കിൽ നോ എന്നുള്ള അർത്ഥങ്ങൾ വരുന്ന ഈ കുച്ച് നഹി അങ്ങനത്തെ വാക്കുകളൊക്കെ വന്നപ്പോൾ തന്നെ നെഗറ്റീവ് സെന്റൻസ് ആയി അല്ലേ? അപ്പൊ ഇതിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്കത് നോക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ഈ നെഗറ്റീവ് സെന്റൻസുകൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അതിന് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? ശരി. ഇനി അവർ വീട്ടിൽ എത്തിയിട്ടുണ്ടാകില്ല. നമ്മൾ നേരത്തെ ഒരു ഹോഗ ഹോഗയൊക്കെ വെച്ചൊരു സെന്റൻസ് പറഞ്ഞില്ലേ? അതുപോലെ ഒരു സെന്റൻസാ. അവര് വീട്ടിൽ എത്തിയിട്ടുണ്ടാവില്ല എന്ന് പറയാൻ. അവർ അല്ലെങ്കിൽ അവൻ, അവർ എന്നാണെങ്കിൽ വേ, വേ ഗർ നഹി പഹുൻ ചുക്ക ഹോഗെ. ഹോഗെ എന്ന് പറയുന്നത് പ്ലൂരൽ ആയതുകൊണ്ടാണ്. ഇപ്പൊ അവനാണെങ്കിൽ വോ ഗർ നഹി പഹുൻ ചുക്ക ഹോഗ. അപ്പൊ ചുക്കയെ പറയണില്ല, ചുക്ക എന്നാ പറയണേ കേട്ടോ. ഹോഗെ പറയില്ല, ഹോഗ എന്നാ പറയണേ. ഇതെല്ലാം പ്ലൂരലിലാണെങ്കിൽ എന്താ പറയാ? എ വരും. അതുപോലെ സ്ത്രീലിംഗാണെങ്കിൽ ഈ വരും, പുല്ലിംഗാണെങ്കിൽ ആ വരും. ഈ കാ കീ കെ അതാണ് ഇത് കേട്ടോ. അതെല്ലാ ഇടയിലിടയിൽ ഗ്രാമറിൽ അങ്ങനെ വരുന്നേ ഉള്ളൂ. അതിൽ ഇത്തിരി ഡിഫറൻറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സാവധാനം ക്യാച്ച് ചെയ്തെടുത്താൽ മതി. ഓക്കെ. ഓക്കെ. ഇപ്പൊ വോ ഗർ നഹി പഹുൻ ചുക്ക ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹോഗ അല്ലെ? അവൻ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ്. അവൻ വീട്ടിൽ എത്തിയിട്ടുണ്ടാവില്ല.
അതാണ് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ അവൻ ഞായറാഴ്ച കളിക്കില്ലായിരിക്കും. അവൻ ഞായറാഴ്ച കളിക്കില്ലായിരിക്കും. ഓ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ രവിവാർ കേട്ടോ. രവിവാർ കോ നഹി കേൾ രഹാ ഹോഗ. ഓ രവിവാർ കോ നഹി കേൾ രഹാ ഹോഗ. അപ്പൊ ഈ ഹോഗ വരുമ്പോൾ നമുക്കൊരു എന്താ പറയാ, നമ്മൾ ആ സെന്റൻസ് ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമുക്കത് ഉറപ്പില്ല, ഒരു ഐഡിയ ചാൻസ് പറയുകയാണ് നമ്മൾ, അല്ലെ? അപ്പൊ അതാണ് ഈ സെന്റൻസ്. ഓ രവിവാർ കോ നഹി കേൾ രഹാ ഹോഗ. അവൻ ഞായറാഴ്ച കളിക്കില്ലായിരിക്കും. അതാണ്. ഓക്കെ, ശരി. ഇനി ലാസ്റ്റ് സെന്റൻസ്. അവൻ ഒരു മാസത്തേക്ക് എൻ്റെ കൂടെ ഹിന്ദി പഠിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാ നമ്മൾ പറയും ഹിന്ദിയിൽ? അവൻ ഒരു മാസത്തേക്ക് എൻ്റെ കൂടെ ഹിന്ദി പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് പറയുന്നത്? പഠിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരുന്നു, പഠിക്കുന്നുണ്ട്, ഇനി ഒരു മാസത്തേക്ക് ഉണ്ട് അല്ലെ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വോ അവൻ ഒരു മാസത്തേക്ക് എങ്ങനെയാ? ഏക്ക് മഹീനെ തക്ക്, ഒരു മാസം വരെ അല്ലെ, ഒരു മാസം വരെ എന്നും പറയാം. ഏക്ക് മഹീനെ തക്ക്, അവൻ ഒരു മാസത്തേക്ക് എൻ്റെ കൂടെ മേരെ സാത്ത് ഹിന്ദി പഠിച്ചുകൊണ്ടേയിരിക്കും. ഹിന്ദി സീക്താ രഹേഗ. ഹിന്ദി സീക്താ രഹേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഓ ഏക് മഹീനെ തക് മേരെ സാത്ത് ഹിന്ദി സീക്താ രഹേഗ. അപ്പോ ഇപ്പൊ നമ്മള് പറഞ്ഞതില് ഞാൻ എന്താ പറയാ, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ഇത് കറക്റ്റ് ടെൻസ് ആയിട്ട് ഒരു ദിവസത്തെ ക്ലാസ് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഈ പറഞ്ഞതില് എല്ലാ ടെൻസും ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ നെഗറ്റീവ് സെന്റൻസും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നിയേ? നമ്മൾ പറയുന്ന നോർമൽ എന്താ പറയാ, നമ്മൾ ഓരോ ദിവസം ക്ലാസ്സുകൾ സെന്റൻസുകൾ പറയുന്നു, ആ സെന്റൻസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തോന്നിയോ നിങ്ങൾക്ക്? വേറൊന്നല്ല, ഇപ്പൊ ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉസ്നെ കുച്ച് ഗലത് നഹി കിയാ താ. ഉസ്നെ കുച്ച് ഗലത് നഹി കിയാ താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നമ്മള് എന്താ ഇടയിലത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചു പോയിട്ടുണ്ടാവും. അതല്ല, ഗലത്തൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, തെറ്റെന്നുള്ളത്. ഇപ്പൊ കേട്ടപ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥവും മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഇനിയിപ്പോ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഇത് നേരിട്ട് സംസാരിക്കാം. ഉസ്നെ കുച്ച് ഗലത് നഹി കിയാ താ അല്ലെ? പക്ഷെ ഇത് ഞാൻ നിങ്ങൾ ഈ ഒരു ഫോമിലാണ് പഠിപ്പിക്കുന്നെങ്കിൽ എങ്ങനെ? ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇതിന്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ്, അതുപോലെ തന്നെ ഇതിപ്പോ നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ, അപ്പൊ അവിടെ നോട്ട് വേണം അല്ലെ? നോട്ട് പ്ലസ് വെർബ് തേർഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ ഗ്രാമർ ബേസ് ചെയ്ത് എടുത്തും കൊണ്ട് നമ്മൾ സ്പോക്കൺ ഹിന്ദി അല്ലെങ്കിൽ എന്ത് ഭാഷ ആയിക്കോട്ടെ നമ്മൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ഈസി അല്ല. കാരണം നമ്മൾ അതിൽ അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. പക്ഷെ ഈ 60 ഡേയ്സിൽ എന്നെ കൊണ്ട് ആകാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തത്. പക്ഷെ ഈ ക്ലാസ്സുകളിലെ എല്ലാ ടൈംസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങളത് പഠിച്ചു പോയി. ഇനി ആ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു സെന്റൻസ് നിങ്ങൾ എഴുതി തന്നു. ഈ സെന്റൻസ് എഴുതി തന്നിട്ട് ഇത് ഏത് ടെൻസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കൺഫ്യൂഷനാണ്. എനിക്ക് എല്ലാ ടെൻസുകളൊന്നും അറിയത്തില്ല ഹിന്ദിയിൽ, മനസ്സിലായോ? കാരണം ഞാൻ ഹിന്ദി പഠിച്ചിരിക്കുന്ന ഒരിക്കലും ടെൻസ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രാമറുകൾ ശ്രദ്ധിച്ചിട്ടോ ഒന്നുമല്ല. ഇതുപോലെ കുറെ സെന്റൻസുകൾ മറ്റുള്ളവർ സംസാരിക്കുന്ന കേട്ട് അത് പഠിച്ചു. അപ്പൊ ഞാനിപ്പോ എന്ത് സംസാരിച്ചാലും അത് പല ടെൻസുകളാണ്. അത് ഇന്ന ടെൻസാന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഗ്രാമറിന്റെ പുറകെ പോകരുത്. ഗ്രാമർ പഠിച്ചിട്ട് ഞങ്ങൾ ഹിന്ദി സംസാരിക്കാം നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ഈ സെന്റൻസുകൾ തന്നെ പഠിക്കുക. ഈ സെന്റൻസുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മീൻസ് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുക, സ്വയമായിട്ട് സംസാരിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സംസാരിക്കുക. കുറച്ചൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. കേൾക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഞാൻ കൊണ്ടുവന്നത്. ഒരുപാട് എന്താ പറയുക, നമ്മുടെ എല്ലാ ടെൻസുകളാണ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഒന്നും ആയില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ടെൻസ് എന്നുള്ള വാക്കുകളൊക്കെ കളഞ്ഞോളൂ കേട്ടോ, മായ്ച്ചോളൂ. ഓൺലി സെന്റൻസുകൾ അത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. കുറെ സെന്റൻസുകൾ. അപ്പൊ അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കമന്റിൽ. പിന്നെന്താ എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത്. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 5th, 6th, 7th ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മൾ ട്യൂഷൻ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ട്യൂഷൻ. ആർക്കെങ്കിലും ഓൺലൈൻ ഹിന്ദി ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ശരി.